ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന അനിയാണെങ്കിൽ അനാമിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയാണെങ്കിൽ അനിയുടെ അടുത്ത് പറയണം, ഇപ്പോൾ നമ്മൾ ആദർശിൻ്റെ ടെൻഷൻ്റെ കാര്യമല്ലേ പറഞ്ഞ് നീ അനാമി അവൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോകണതിന് ശേഷം ആദർശിനെയും നയനിയാണ് കാണിക്കുന്ന ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ആദർശാണെങ്കിൽ കൈകളിട്ട് വിരകുന്നതല്ലാതെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ആദർശമായിട്ട് ഭക്ഷണം കഴിക്കാത്ത, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് ആരോഗ്യത്തെ ബാധിക്കില്ലേ, ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഇതില്ല എന്ന് പറയുകയാണ്. അത് പറഞ്ഞാൽ പറ്റത്തില്ല, രാവിലെ ഉള്ള ഭക്ഷണം ആദർശേട്ടൻ കഴിച്ചില്ല, ഈ ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി തന്നാൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്നിട്ട് ആദർശേട്ടൻ കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്. ആദർശേട്ടന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറയും, അതോ ആദർശേട്ടൻ ഇനി വല്ല അസുഖം ഉണ്ടോ അതുകൊണ്ട് എന്നെയും മറിച്ച് വെക്കുകയാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഷാനയിൽ കുറേ ദേഷ്യത്തിലാണ് നൈനിയുടെ അടുത്ത് പെരുമാറുന്നത്. എന്നിട്ട് നൈനിയുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് കുറച്ച് സമാധാനത, എനിക്ക് സമാധാനമായിട്ട് ഇരിക്കണമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഞാൻ ആദർശേട്ടൻ ഭക്ഷണം കഴിക്കുന്നവരെ പുറത്തിരിക്കുക, എന്നാലും ആദർശേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് വരാമെന്ന് നൈന പറയുകയാണ്. ആദർശാണെങ്കിൽ പറയുന്നത്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ഇത് പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് ശരിയാകത്തില്ലല്ലോ എന്ന് ആദർശിൻ്റെ ഞാൻ പറയുകയാണ്. ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണ്, മനുഷ്യരല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും, അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ ഒറ്റയ്ക്ക് വെറുതെ വിടുന്നതാണ് നല്ലതെന്നിങ്ങനെ പറയുകയാണ്. നയന പറയുകയാണ്, ആദർശേട്ടനെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്ത് കഷ്ടപ്പെടും എന്നുള്ള കാര്യം ആദർശേട്ടനും അറിയണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശന് തറക്കാൻ വരുമ്പോൾ നയനയും ഡ്രൈവറും കൂടി ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആദർശ് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കേൾക്കാതെ നയനിയും ഡ്രൈവറും കൂടി ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ആദർശിനെ നോക്കുമ്പോൾ ഡോക്ടർ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ ഈ BP എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ആദർശിന് BP കൂടിയിട്ടാണ് ആദർശ് വീഴുന്നത്. പിന്നെ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ചിന്തിച്ച് കൂട്ടി ആരടുത്തും പറയാതെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ആദർശിൻ്റെ പറയുകയായിരുന്നു, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ചിന്തിച്ച് കൂട്ടാതെയുണ്ട്, ആദർശ് സ്നേഹിക്കുന്ന ആരുടെങ്കിലും അങ്ങ് തുറന്ന് പറയും എന്ന് ആദർശിൻ്റെ അടുത്ത് ഡോക്ടറും പറയണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിന് ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടുമെന്ന്. എന്നിട്ട് ഡോക്ടർ പറയുകയാണ്, ഉച്ചയ്ക്ക് ഒരു സൈക്കാട്രിസ്റ്റ് വരും, ആ ഡോക്ടറെ കാണിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആദർശ് പറയുകയാണ്, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഡോക്ടറെ കാണണ്ട എന്നാണ് ആദർശ് പറയുന്നത്. എന്നിട്ട് ഡോക്ടറാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നയനയുടെ അടുത്തെങ്കിലും തുറന്ന് പറയുക, എനിക്കൊരു ആശ്വാസം ആവുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന്. അപ്പോൾ ആദർശിന് ട്രിപ്പിട്ടാണ് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനി ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ കോൾ എടുത്തില്ല എന്ന്. നന്ദു ആണെങ്കിൽ കൂട്ടുകാരിയായ തുഷാരയുടെ അടുത്ത് പറയുകയാണ്, അനി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ 30 മിസ് കോൾ കിടക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തിരിച്ച് വിളിക്കാൻ വേണ്ടി തുഷാര പറയുകയാണ്, ഒന്ന് വിളിച്ച് നോക്കുമെന്ന്. അപ്പോൾ നന്ദു പറയണം, അത് വേണ്ട, എന്നെ സ്നേഹിക്കുന്നവരുടെ കാര്യം ഓർത്ത് അതുകൊണ്ട് തിരിച്ച് വിളിക്കേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ തുഷാര പറയാണ്, ഇതാണ് കുഴപ്പം, നമ്മളെ സ്നേഹിക്കുന്നവരുടെ കാര്യം ഓർത്ത് പ്രണയം സ്നേഹം ഇല്ലാണ്ടാക്കാനൊന്നും പറ്റത്തില്ല, എന്തായാലും നിനക്ക് അനീനെ മറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പ്രണയത്തിൻ്റെ ആഴം എത്രയാണെന്ന് നിൻ്റെ കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ അനിയെ വിളിക്കുകയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നന്ദുവിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ നന്ദു അനിയെ ഫോൺ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ എടുക്കുന്നത് അനാമികയാണ്. അനാമിക കോൾ എടുക്കുമ്പോൾ നന്ദുവിനെ ഒന്നും പറയാൻ പറ്റാതെ നന്ദു ആണെങ്കിൽ അനി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, അനി ചത്തു എന്ന്. എന്താണടി വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അനാമികയെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അനാമിക ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യണേ. തുഷാര വന്നിട്ട് ചോദിക്കുകയാണ്, ആരാ ഫോൺ എടുത്തതെന്ന്. അപ്പോൾ നന്ദു പറയണ അനിയുടെ ഭാര്യ അനാമികയാണ് ഫോൺ എടുത്തത്. തുഷാര പറയണ അവൾക്ക് ഫോൺ എടുക്കാൻ കണ്ട സമയം. അപ്പോൾ നന്ദു പറയുകയാണ്, ഇനി ഈ ഫോണിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്ന്. അനാമികയുടെ വീട്ടുകാർ അറിഞ്ഞാൽ എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ ആദർശേട്ടനെ നയനേച്ചിയൊക്കെ അറിയുകയാണെങ്കിൽ അനീനെ അവിടെ ഉള്ളവർ നിർത്തി പൊരിക്കുമെന്ന്. ആകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള കല്യാടികളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് തുഷാര അവിടെ നിന്ന് പോകണം. അതിന് ശേഷം അനാമികയാണെങ്കിൽ നന്ദു വിളിച്ച ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജാനകി അതുവഴി പോകുമ്പോൾ ജാനകി അമ്മയെന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു ഇങ്ങോട്ട് അനിയുടെ ഫോണിൽ വിളിച്ചോ എന്ന്. അല്ലേ, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നന്ദു അനിയുടെ ഫോണിൽ വിളിച്ചു എന്ന്. അവൾ ജോലിയുടെ കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ അനിയും ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അനാമിക നിൽക്കുമ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജാനകിയാണെങ്കിൽ അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ എന്തിനാണ് അവൾ ഫോണിൽ വിളിക്കുന്നതെന്ന്. അപ്പോൾ അനി ചോദിക്കുന്ന, ആരാ എന്നെ ഫോണിൽ വിളിക്കുന്നതെന്ന്.
മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി ചോദിക്കുകയാണ് അവനൊന്നും മനസ്സിലാവാത്തതുപോലെ എന്ന്. അപ്പോൾ അനു ചോദിക്കുകയാണ് അമ്മ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് പറയണേ. നന്ദു എന്ന് പറയുന്നോളൂ നിന്നെ എന്തിനാടാ വിളിക്കുന്നതെന്ന് ജാനകി ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം നന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവൾ എന്നെ തിരിച്ചു വിളിച്ചതെന്ന് പറയുന്ന അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അനാമിക പറയുകയാണ് അവളെ ന്യായീകരിക്കാൻ ഇവനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ജാനകി ആണെങ്കിൽ അനാമികയെ സ്നേഹിക്കാത്ത കാര്യങ്ങളൊക്കെ അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ അവൾ നിന്നെ സ്നേഹിക്കുവാടാന്ന്. അവളുടെ സ്നേഹം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ് ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഭാര്യ നിന്നെ സ്നേഹിക്കുവാടാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അവളുടെ സ്നേഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ജാനകി പറയുകയാണ് അങ്ങനെ മോളെ നീ പെട്ടെന്ന് പുറത്താക്കാമെന്ന് വിചാരിക്കേണ്ട, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മോളെയും കൂടിയാണ് കിട്ടിയ, ഒരു മോൻ മാത്രമല്ല എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് അവളുടെ കാര്യം നോക്കണം, നീ ഇവിടെ നിന്ന് പുറത്ത് പോയാലും അവളെന്ന് ഈ വീട്ടിൽ തന്നെ കാണുമെന്ന് ജാനകി പറയുകയാണ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, അനന്തപുരിയിലെ മരുമകൾ വഴിപിടിച്ച് നടക്കുകയാണെന്നുള്ള കാര്യം കൂടി ഇനി കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനിയോടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരു തവണ നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു ഫോൺ എടുത്തില്ല. എന്നിട്ട് കറക്റ്റ് സമയത്ത് അവൾ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായില്ലല്ലോ എന്ന് വിഷമത്തിൽ നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു എടുക്കാത്ത ദേഷ്യത്തിലൊക്കെ അനി നിൽക്കുകയാണ്. അതിന് ശേഷം നയനയെ ആദർശം കൂടി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതിന് ശേഷം വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴും നയന ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ ആദർശേട്ടന് പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുമെന്ന് പറയുകയാണ്. നയന പറയുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ആദർശേട്ടനല്ലേ ഇപ്പോൾ തെറ്റിക്കുന്നത്. ഞാനൊരു കാര്യം മറച്ചു വെച്ചപ്പോൾ ആദർശേട്ടൻ എന്തൊക്കെയാ പ്രശ്നം വീട്ടിലുണ്ടാക്കി, എന്നിട്ട് ഇപ്പോൾ ആദർശേട്ടൻ തന്നെ എന്നിൽ നിന്നും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നില്ലേ എന്ന്. ആദർശ് പറയുകയാണ് അമ്മയും നീയും തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, അതുപോലെയല്ല ഈ കാര്യം. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം നിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഒരിക്കലും സന്തോഷമാവത്തില്ല, അത് നിനക്ക് ദുഃഖമേ ആവത്തുള്ളൂ. എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് നയന ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഒരിക്കലും സന്തോഷമാകത്തില്ല, അത് നിനക്ക് ദുഃഖം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കുറച്ച് സീരിയസ് ആണോ എന്ന് നയനെ ചോദിക്കാനു ശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ദേവയാനിയാണെങ്കിൽ നയനെ എടുത്ത് ചോദിക്കുകയാണ് ആദർശിനെ ഹോസ്പിറ്റലിൽ കാണിച്ചോ എന്ന്. ആദർശ് പറയുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട രോഗമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അവർ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും ദേവയാനി അറിഞ്ഞിട്ടില്ലേ. ദേവയാനി പറയുകയാണ് ഞാൻ രാവിലെ ഭക്ഷണം തന്നിട്ട് നീ കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തയച്ച ഭക്ഷണവും നീ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നിനക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് പറയുകയാണ്. ഇനി പിന്നീട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നൊരിടത്തെങ്കിലും തുറന്ന് പറയുമെന്ന്. എൻ്റെ മോൾ പാവമായതുകൊണ്ടാണ് നിൻ്റെ അഹങ്കാരത്തിനെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്. ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ നിൻ്റെ അഹങ്കാരം ഇതുപോലെ വകവെച്ച് തരില്ല എന്ന് പറയാണ്. പിന്നീട് ആദർശിൻ്റെ അടുത്ത് ദേവയാനി ചോദിക്കുകയാണ് നീ എന്തിനാ അനിയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയെന്ന്. ആദർശ് പറയുകയാണ് അനിയാണെങ്കിൽ അനാമികയെ തള്ളിക്കളയാൻ നിൽക്കുകയാണ്, അപ്പോൾ അങ്ങനെ പറയുന്നവൻ്റെ പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന്. പോട്ടെ നീ എന്തിനാ അനിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട, അനിയുടെ അടുത്ത് മാത്രമല്ലല്ലോ നയനയുടെ അടുത്ത് നീ ദേഷ്യപ്പെട്ടല്ലോ, അതെന്തിനാന്ന് ദേവയാനി ചോദിക്കുകയാണ്. ദേവയാനി ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ അനിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അവന് ഒരുപാട് സങ്കടമായിട്ടുണ്ട്, പിന്നെ ഞാൻ അനിയനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശ് നേരെ അനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അനിയാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അനിയുടെ അടുത്ത് ആദർശ് വന്നിട്ട് പറയുകയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ച് പോയതാണ്, നിനക്ക് വിഷമമായെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്കെന്ന് പറയുകയാണ്. അനി ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് ഏട്ടൻ എന്നെ തല്ലാനും വഴക്ക് പറയാനും ഒക്കെ അധികാരമുണ്ട്, എന്നാലും അതിനൊക്കെ ഒരു കാരണം വേണ്ടേ ഏട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നെ അങ്ങനെ പറഞ്ഞു പോയതാണ്, നീ ക്ഷമിച്ചേക്കെന്ന് പറയുകയാണ്. ചോദിക്കുകയാണ് ഏട്ടൻ്റെ മനസ്സിൽ എന്താ, ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തെങ്കിലും ഒന്ന് തുറന്ന് പറയുമെന്ന് പറയുകയാണ്. ഏട്ടൻ എൻ്റെ അടുത്തല്ലേ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത്, പിന്നെ എന്താ ഏട്ടൻ എന്നിൽ നിന്ന് മറക്കുന്നത്, ഏട്ടൻ തുറന്ന് പറയുമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ് നിൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ നിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. എന്താ പറ്റിയ ഏട്ടാന്ന് അനി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നീട് ആദർശാണെങ്കിൽ BP കൂടിയത് ഹോസ്പിറ്റലിൽ കുറച്ച് നേരം കിടന്ന കാര്യങ്ങളൊക്കെ അനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യം ആരുടെടുത്തും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്, ചിലപ്പോൾ മരിച്ചാൽ തന്നെ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ ആദർശ് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അനി ആദർശം കൂടി സംസാരിക്കുന്ന അതിനെയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. അനി പറയണം ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോ ഏട്ടത്തിൻ്റെ അടുത്തോ അത് തുറന്ന് പറയുക, അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയുകയാണ് എൻ്റെ മനസ്സിലുള്ള ഭാര്യ ആരുടെത്തെങ്കിലും ഒന്ന് തുറന്ന് പറയണം, അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന്. അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശിനെ കാണുമ്പോൾ നയന അവിടെ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കുകയാണ് ആദർശ് കാണാതിരിക്കാൻ വേണ്ടി. ആദർശ് പോയതിന് ശേഷം നയനയാണെങ്കിൽ അനിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നീയും ആദർശേട്ടനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അത് തുറന്ന് ആരുടെടുത്തും പറയുന്നില്ല, അതാണല്ലോ പ്രശ്നം. നീ പറയാണ് ഈ കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം ഏട്ടത്തെ അറിയാൻ ശ്രമിക്കണമെന്ന്. അതിൽ ആദർശേട്ടൻ അനിയുടെ അടുത്ത് പറഞ്ഞല്ലോ മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കണമെന്ന്. അപ്പോൾ ആദർശേട്ടൻ തന്നെ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും തുറന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവുകയാണ്.
ആദർശിനെ കാണിക്കുന്ന ആദർശ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.